എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിലെ മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച പി പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകന്റെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളം തുണ്ടത്തിൽ അനന്തപത്മനാഭ പിള്ളയുടെയും ഞവരക്കൽ ദേവകിയമ്മയുടെയും 6ാമത്തെ മകനായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഒരിടത്തൊരു ഫയൽമാൻ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം എന്നിവ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് സിനിമകളാണ്. 1991 പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവനാണ് അദ്ദേഹം അവസാനം ചെയ്ത ചലച്ചിത്രം. ഈ കാണുന്നതാണ് ആലപ്പുഴയിൽ മുതുകുളത്ത് അദ്ദേഹത്തിൻ്റെ തറവാട് വീട്. മുതുകുളത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദവും എടുത്തു. ഇതോടൊപ്പം തന്നെ മുതുകുളത്തുള്ള ചേപ്പാട് അച്യുതവാര്യരിൽ നിന്നും സംസ്കൃതവും സ്വായത്തമാക്കി. 1965 തൃശൂർ ആകാശവാണിയിൽ അനൗൺസറായി ചേർന്നു. 1986 വരെ ആകാശവാണിയിലെ ഉദ്യോഗം തുടർന്നു. പിന്നീട് സിനിമാ രംഗത്ത് സജീവമായതിനെ തുടർന്ന് ആകാശവാണിയിലെ ഉദ്യോഗം സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹം തിരുവനന്തപുരത്തെ പൂജപ്പുരയിൽ സ്ഥിരതാമസമാക്കി. 1975 എഴുതിയ പ്രയാണം ആണ് പത്മരാജന്റെ ആദ്യ തിരക്കഥ. ഭരതന്റെ സംവിധാനത്തിൽ ആ വർഷം തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലയാളം മധ്യവർത്തി സിനിമയുടെ ചുക്കാൻ പിടിച്ച ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിനും ഈ ചിത്രം തുടക്കം കുറിച്ചു. പെരുവഴിയമ്പലത്തിന്റെ ചലച്ചിത്രാവിഷ്കാരത്തിലൂടെ സംവിധായകനായ പത്മരാജൻ സ്വന്തമായി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ 36 തിരക്കഥകൾ രചിച്ചു. ദേശീയവും അന്തർദേശീയവുമായ നിരവധി ബഹുമതികളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മരാജൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പെരുവഴിയമ്പലം, ഒരിടത്തൊരു ഫയൽമാൻ, കള്ളൻ പവിത്രൻ, നവംബറിന് നഷ്ടം, കൂടെവിടെ, പറന്നു പറന്ന് പറന്ന്, തിങ്കളാഴ്ച നല്ല ദിവസം, നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകൾ, കരിയിലക്കാറ്റ് പോലെ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, ദേശാടനക്കിളി കരയാറില്ല, നൊമ്പരത്തിപ്പൂവ്, തൂവാനത്തുമ്പികൾ, അപരൻ, മൂന്നാം പക്കം, സീസൺ, ഇന്നലെ, ഞാൻ ഗന്ധർവൻ, അങ്ങനെ അനേകം നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് ഇദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത്. പത്മരാജന്റെ പേരിൽ വീടിനോട് ചേർന്ന് തന്നെ ഒരു വായനശാലയും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. 1991 ജനുവരി 23 കോഴിക്കോട് വെച്ചാണ് പത്മരാജൻ അന്തരിച്ചത്. പത്മരാജന്റെ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.